السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് ആശങ്ക ഞങ്ങൾ വെച്ചിട്ടിക്കട ചുമ്മ ആശങ്ക നക്കിക്കട് അത് ഞങ്ങൾക്ക് പ്രാപ്തിയാക്കണം ചൊല്ലൊരു ആശയിക്കട്. പക്ഷേ സാധാരണയായിട്ട് എന്തൊരു കാര്യം ഞങ്ങൾ ആശപ്പെട്ടത് ഞങ്ങൾക്ക് കിട്ടണുണ്ടായെങ്കിൽ ചില വിഷയങ്ങൾ ഞങ്ങൾ ത്യാഗാക്കേണ്ടി വേണ്ട. ഒന്ന് പടയണുണ്ടായെങ്കിൽ പിന്നൊന്ന് ത്യാഗാക്കണമെന്ന് ചൊല്ലുന്നത് സാധാരണ ഞങ്ങളെ ഒരു ചൊല്ല ഒരു ഫലക്കായിരിക്കണം. അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും നല്ല ആവണം, ശ്രീമന്താവണം, എന്തെല്ലാം ആശ ഞങ്ങൾക്ക് ഉണ്ടായെങ്കിൽ അതിലെല്ലാം ഞങ്ങൾക്ക് ചിലത് ഞങ്ങൾ എന്താക്കണോട് ത്യാഗാക്കണോട് എങ്കിലേ ഞങ്ങൾക്കത് ഞങ്ങൾ ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് കിട്ടും. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തൻ്റെ ഇഹിയയിൽ ഉദ്ധരിക്കുന്നതായ ഒരു സംഭവ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ഈ ലോകത്തെ ഏറ്റവും വലിയ പണക്കാരായിട്ടിരുന്നു, വലിയ രാജാവായിട്ടിരുന്നു. ഈ ലോകം അടക്കി ഭരിച്ചതായ രാജാക്കന്മാരിൽ ഒരാളായിരിക്കും ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിനൊട്ട അവിടുത്തെ ഉമ്മ, അതായത് ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ഉമ്മു സുലൈമാൻ റളിയല്ലാഹു അൻഹ ഒരു ഉപദേശിക്കട് മോണു എന്തിരെ, യാ ബുനയ്യ ലാ തുക്സിർ മിനൻ നൗം, മോനെ നീന് യാറ വറങ്ങണ്ട, വറക്ക് അധികരിപ്പിക്കണ്ട. ഫൈനൻ നൗമ യജിഉ യൗമൽ ഖിയാമത്തി ഫൈനൻ നവ്വാമ യജു യൗമൽ ഖിയാമത്തി മുഫ്ലിസൻ. നിശ്ചയമായിട്ട് യാറെ വറങ്ങടെ ആൾ ആഖിറത്തിൽ അവൻ എത്തുമ്പോൾ, ഖിയാമ ദിവസത്തിൽ അവൻ വരുമ്പോൾ അവൻ മുഫ്ലിസായിട്ടിക്കട. മുഫ്ലിസ് എന്നെങ്കിൽ പാപ്പർ, അവൻ്റെ കയ്യിലൊന്നും നിൽക്കില്ല. ആ നിലക്കായിട്ട് ബണ്ടാവണമുണ്ട്. അപ്പോൾ ദുനിയാവിൽ യാറെ വറങ്ങിയിട്ടായെങ്കിൽ ആഖിറത്തിൽ അവനക്ക് വലിയ അടിവുണ്ട്. കാരണം വറങ്ങിയിട്ട് ബാക്കിയല്ലേ. ദുനിയാവ് ചെല്ലത് യാർ അമൽ ചെയ്യുള്ള ഒരു ഞങ്ങൾക്ക് ഉള്ള സമയമായിട്ടേക്ക്. ആ സമയത്തിന് വറങ്ങിയിട്ട് ബാക്കിയായിട്ടായെങ്കിൽ ആഖിറത്തിൽ ഞങ്ങൾക്ക് അമലുകളെല്ലാം കുറഞ്ഞിട്ട് ചിലപ്പോൾ നരകത്ത് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവിടും. അപ്പോൾ ഈ ഒരു ബഹുമാനപ്പെട്ട ഉമ്മ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മ ഉപദേശിച്ചപ്പോൾ ആ ഉമ്മയുടെ ഉപദേശത്തെ വലിയൊരു ഗംഭീരമായിട്ട് പരിഗണിച്ചിട്ട് ഉമ്മമാർ ചെയ്തതായ ഉപദേശത്തെ ഞങ്ങൾ അതിലേക്ക് ശരിയായിട്ട് കാണോ തീര അങ്ങനെ ഞങ്ങളെ നന്മകായിട്ട് ചെയ്ത ഉപദേശിച്ചിരിക്കുന്നു. ആ നിലയ്ക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാം അതിനെ ഗംഭീരമാക്കിയിട്ട് എടുത്തിട്ട് എന്നിട്ട് വറക്ക് കുറച്ചിട്ട് നല്ല അധ്വാനിച്ചിട്ട് ഈ ഒരു അധ്വാനത്തെ ഫലമായിട്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം ദുനിയാവിലും വലിയ സമ്പന്ന വ്യക്തിയായിട്ട് ആഖിറത്തിലും വലിയ അമ്പിയാക്കിൽപ്പെട്ടതായ ഒരു മഹാനായിട്ട് ഒരുപാട് അമലുകൾ സംഗ്രഹിക്കുകയും ശേഖരിക്കുകയും സാധ്യമായിട്ട്. അപ്പോൾ നോക്കൊരു വറക്ക് ചുരുക്കൽ ഞങ്ങൾ ആശിച്ചതിരെ ഞങ്ങൾക്ക് പടയവും സാധ്യമാവും. വറക്ക് അള്ളാഹു തന്നെ വലിയൊരു നിയമത്തായിട്ട് വജഅൽനാ നൗമക്കും സുബാത്ത. പിന്നെ വറക്ക് ചെല്ലത് നിങ്ങൾക്കൊരു വിശ്രാന്തിയായിട്ട് ഞങ്ങൾ ആക്കി തന്നിട്ടുണ്ട് അള്ളാഹു ചെല്ല. പക്ഷെ ആ വറക്ക് അള്ളാഹു തന്ന നിയമത്തിലെ ഞങ്ങൾ പിന്നെ കണക്കിനായിട്ട് യാറെ ആ വറക്കടെ വറങ്ങിപ്പോയിട്ടായെങ്കിൽ ഞങ്ങൾക്ക് എന്തും ഇക്കില്ല. ദുനിയാവും പാപ്പർ, ആഖിറും പാപ്പറായിട്ട് കൊണ്ടുപോകും. പ്രത്യേകിച്ചിട്ടും വറക്കടെ മഹാന്മാർ 3 ടൈപ്പിലെ വറക്കായിട്ട് വേർതിരിച്ചിരാറ്. ഒന്ന് ഹൈലൂല, പിന്നൊന്ന് കൈലൂല, പിന്നൊന്ന് ഐലൂല, അയിനായിട്ട്. ഹൈലൂല ചെന്നെന്തരെ ഹിയൻ നൗമു ബാദ സ്വലാത്തിൽ ഫജ്രി, സുബൈ നിസ്കരിച്ചാൽ പിന്നെ വറങ്ങുന്നതായ വറക്കായിട്ട് ഹൈലൂല, അന്നൗമത്തുൽ ഹൈലൂല ചെല്ല. ഈ ഹൈലൂല ചെന്നെന്തരെ ഹൈലൂല ചെന്നെങ്കിൽ മറയിട്ടോണ്ടർത്ഥ ഒരു ബസ്തിൻ്റെ ഇടയിൽ മറയിട്ടേ. വഹിയ തഹൂലു ബൈനക്ക വ ബൈന റിസ്കിക്ക. ഈ പിന്നെ ഈ വറക്ക് സുബൈയുടെ ശേഷമുള്ള ഈ വറക്ക് നിൻ്റെയും നിൻ്റെ റിസ്ക്കിൻ്റെ ഇടയിൽ എന്താണ് മറയിട്ടത്. കാരണം സുബൈയുടെ ടൈമും ആ ടൈമിൽ മനുഷ്യന്മാർക്ക് റിസ്ക് ഓതി വയ്ക്കുന്ന ടൈമായിട്ടേക്കട്.
ആ ടൈമിൽ ഉറങ്ങിപ്പോയെങ്കിൽ അവൻ്റെ റിസ്ക് അണ്ടത്ത് നഷ്ടപ്പെട്ടു. പിന്നെ പിന്നെ നിദ്ര ಮಾಡಿದವನಿಗೆ ಮದುವೆ ಇಲ್ಲ ಅಂತ ഒരു പലക്കൊണ്ടു കണ്ണടത്തി. ഇതുപോലെ പിന്നെ ഉറങ്ങിയൊക്കെ മങ്ങിലില്ലാണ്ട്. അപ്പോൾ ഇതുപോലെ അണ്ടത്ത് നല്ല റിസ്ക് നഷ്ടപ്പെട്ടത്. ഇങ്ങനെ നാളൊന്നും സുബൈക്ക് ഉറങ്ങിയിട്ടായെങ്കിൽ അള്ളാഹുടെ റിസ്ക് ഓതി ചെവിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയിട്ടായെങ്കിൽ ഞങ്ങൾക്ക് അതെല്ലാം നഷ്ടമല്ലേ. അപ്പോൾ ചിലപ്പോൾ 6 ಬಂತು 12 സുബൈക്ക് ചിലപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ബമ്പർ ഓതിയായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഞങ്ങൾ ഉറങ്ങി ബാക്കിയില്ല, ഞങ്ങൾക്കത് നഷ്ടപ്പെട്ടത്. അപ്പോൾ സുബൈരെ നിസ്കരിച്ചതിൽ പിന്നെ ഞങ്ങൾ ദയമായിട്ട് ഉറങ്ങത്തില്ല. സൂര്യ ഉദിക്കത്തോറും ഞങ്ങൾ ഉറങ്ങാണ്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഒന്നിരിക്കലോ ആഖിറത്ത് വിഷയത്തിൽ അല്ലെങ്കിൽ ദുനിയാവുടെ വിഷയത്തിലെ ഒരു ആക്ടിവിറ്റീസിൽ ഞങ്ങൾ എന്താവണം, ശുഗലാവണോ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകിച്ച് ദുആ അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, പഠിച്ചവനെ പിന്നെ നിൻ്റെ ഉമ്മത്തിങ്ങളെ സുബൈയുടെ സമയത്ത് അതിരാവിലെ സമയത്തുള്ള നീ എന്താക്കണം, ബർക്കത്ത് ചെയ്യണോണ്ട് ദ്വാർന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകിച്ച് ബർക്കത്തിന് വേണ്ടി ദ്വാറിനെ ആ സമയത്ത് ഉറങ്ങിക്കളഞ്ഞിട്ടായെങ്കിൽ പിന്നെ ഞങ്ങൾ വെറുതെയും ഞങ്ങൾ ഒരു സമ്പന്ന വ്യക്തിയാവണോ, ഞങ്ങൾ ജീവിതത്തിൽ സെറ്റിലാവണോ, ഞങ്ങൾ വെറുതെ ആശിക്കടെ അത് ഒന്നും ഞങ്ങൾക്ക് കിട്ടല്ലേ. രണ്ടാമത്തെ വർക്കായിരിക്കും കൈലൂലത്തെ വർക്ക്. അത് സാധാരണയായിട്ട് ഒരു ളുഹുറിന് മുന്നലും ചെറിയൊരു സമയത്ത് വറങ്ങുന്ന സമയമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ചിട്ടും തൻ്റെ ജീവിതത്തിൽ സുന്നത്തായിട്ട് കൽപ്പിച്ച ഒരു വറക്കായിരിക്കും. ഞങ്ങളെ പൂർവിക മഹാന്മാർ ഔലിയാക്കന്മാരെല്ലാം ജാവലി വറക്കഞ്ഞിട്ടായെങ്കിൽ അങ്ങനെ ഇബാദത്തിലായിട്ട് വറക്കലുണ്ടായിരുന്നു. അപ്പോൾ ഈ വറക്കടെ ആ ക്ഷീണത്തെ തീർക്കുകയായിട്ട് അങ്ങ്